إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും യഥാവിധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമാക്കപ്പെട്ട സമയങ്ങളിലൂടെ, സുദിനങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മനസ്സുകളും നമ്മുടെ ശരീരങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് നിയന്ത്രണത്തിലും
ശ്രദ്ധയിലുമാണ് കഴിച്ചുകൂട്ടുന്നത്. റമളാനിന്റെ മുൻപായി സക്കാത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്, അത് കൊടുക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചും അതിൻ്റെ പരിണിത ഫലങ്ങളെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ ചെറുതായ രൂപത്തിൽ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കിയതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമ്മുടെ സമ്പത്ത്, അതിൽ നിന്ന് അതിൻ്റെ ചെറിയ ഒരു അംശം, നമ്മുടെ ധനത്തിൻ്റെ കേവലം 2.5% അത് നമ്മുടേതല്ല എന്നും അർഹരായ പാവപ്പെട്ട ആളുകളുടേത് ആണ് എന്നും, അത് നൽകിയെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് ശുദ്ധിയാകുകയുള്ളൂ എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ സക്കാത്ത് നൽകാതിരുന്നാൽ ആ മനുഷ്യന് നാളെ പരലോകത്ത് ലഭിക്കുന്ന ഭയാനകമായ ശിക്ഷയെ സംബന്ധിച്ചും അന്ന് സൂചിപ്പിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം താക്കീത് ചെയ്യുന്നുണ്ട്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്ന സമ്പത്തുകൾ, അത് പണമായാലും സ്വർണമായാലും വെള്ളിയായാലും കാർഷിക വിളകളായാലും ഒക്കെ, നമ്മളത് അതിൻ്റെ ഹക്കുകൾ കൊടുത്തു വീട്ടിയില്ല എങ്കിൽ അതിനെ ഒരു ആഭരണമാക്കിക്കൊണ്ട് നരകത്തിലിട്ട് പഴുപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കഴുത്തുകളിലും പുറഭാഗങ്ങളിലുമൊക്കെ അത് ചാർത്തപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ സംശയലേശമെന്നെ നമ്മോട് താക്കീത് നൽകിയതാണ്. ഈ ആയത്തിന് സമാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളും കാണാവുന്നതാണ്. ഇന്നല്ലദീ ലാ യുഅദ്ദി സകാത്ത മാലഹു യുമസ്സിലുല്ലാഹു അസ്സ വജല്ല ലഹു മാലുഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖറ ലഹു സബീബതാൻ ثم يلزمه يطوقه يقول أنا كنزك أنا كنزك. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്, സകാത്ത് നൽകാത്ത ഒരു മുതൽ, ഇന്നല്ലദീ ലാ യുഅദ്ദി സകാത്ത മാലുഹു, തന്റെ സമ്പത്തിൽ നിന്ന് സകാത്ത് നൽകാത്ത ആ സമ്പാദ്യമുണ്ടല്ലോ, യുമസ്സിലുല്ലാഹു അസ്സ വജല്ല മാലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ സമ്പത്തിനെ രൂപാന്തരം മാറ്റിക്കളയും, രൂപം മാറ്റിക്കളയും. ഏത് നിലയിൽ? യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ, നാളെ പരലോകത്ത് സകാത്ത് നൽകാതെ നമ്മുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടേതെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് അഹങ്കരിച്ച് നടന്നിരുന്ന നമ്മുടെ മുതൽ അള്ളാഹു അതിന് നാളെ പരലോകത്ത് അതിന് രൂപം മാറ്റുകയാണ്. ശുജാഅൻ അഖറ, ഒരു വലിയ വിഷപ്പാമ്പിന്റെ രൂപത്തിൽ. എന്നിട്ടോ ലഹു സബീബത്താൻ, ആ പാമ്പിന് 2 വലിയ തേറ്റകൾ ഉണ്ടായിരിക്കും. സുമ്മ യൽസിമുഹു യുതവ്വിഖുഹു, ആ പാമ്പ് പിന്നീട് അവന്റെ ശരീരത്തെ ചുറ്റിപ്പൊതിഞ്ഞ് അവന്റെ മുഖത്തും അവന്റെ കഴുത്തിലും നെഞ്ചിലുമെല്ലാം കൊത്തിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ പാമ്പ് പറയും, യഖൂലു അന കൻസുക് അന കൻസുക്, ഞാൻ നിന്റെ നിധിയാണ്, നിന്റെ സമ്പാദ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാമ്പ് അവനെ ഉപദ്രവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അവകാശപ്പെട്ട, തന്റെ മുതലിൽ നിന്നുള്ള അവകാശപ്പെട്ട സകാത്ത് നൽകാതെ മരണപ്പെടുകയാണെങ്കിൽ
അവന്റെ അനന്തര സ്വത്ത് വിഹിതം വെക്കുന്നതിന് മുൻപ്, അതിന്റെ അവകാശികൾക്ക് അത് ഓഹരി വെച്ച് നൽകുന്നതിന് മുമ്പ് ആ മനുഷ്യന്റെ കടം വീട്ടണം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കടത്തിന്റെ ഭാഗം മാറ്റിവെക്കണം. അതേപോലെ അവന്റെ സ്വത്തിൽ നിന്ന് ആ മഹലിലേക്ക് അർഹമായ വിഹിതം നൽകാത്ത മുതലാണെങ്കിൽ അതിൽ നിന്ന്, ആ സ്വത്തിൽ നിന്ന് സകാത്തിന്റെ വിഹിതം കൂടെ മാറ്റിവെക്കണമെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതായി കാണാം. അത്രമാത്രം ഗൗരവമേറിയ വിഷയമാണ്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്റെ സകാത്ത് കൊടുക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ അനന്തര സ്വത്ത് കൊടുക്കുന്നതിന് മുൻപ് ഈ സകാത്തിന്റെ വിഹിതം മാറ്റിവെച്ചിട്ട് വേണം ഈ മനുഷ്യന്റെ സ്വത്ത് അയാളുടെ അനന്തരാവകാശികൾ മക്കൾ അത് ഓഹരി വെച്ചെടുക്കാൻ എന്ന് പറയുമ്പോ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ പറയും, ഇത് ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതാണ്, എന്റെ അറിവ് കൊണ്ടുണ്ടായ, എന്റെ പഠനത്തിന്റെ ഭാഗമായി കൊണ്ടൊക്കെയുള്ള നേടിയെടുത്ത ജോലിയാണ്, അതിന്റെ ഭാഗം, അത് എന്റെ അവകാശമാണ് എന്ന് അഹങ്കാരത്തോടു കൂടി പറയുന്ന ചില മനുഷ്യന്മാരുണ്ടാവും. ഈ വാദം ആദ്യമായി ലോകത്ത് നിരത്തിയത് ഖാറൂൻ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യനാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഖാറൂനെ സംബന്ധിച്ച് നമുക്കറിയാം. വളരെ ദരിദ്രനായി കഴിഞ്ഞുകൂടിയിരുന്ന ആ മനുഷ്യന് അള്ളാഹു സമ്പത്ത് നൽകി. എത്രത്തോളം എന്ന് വെച്ചാൽ അയാളുടെ ഖജനാവിന്റെ താക്കോൽ വഹിക്കുന്നതിന് വേണ്ടി വലിയ ഭാരങ്ങൾ ചുമക്കുന്ന തരത്തിലുള്ള കുതിരകളെ പൂട്ടിയ വണ്ടി വേണ്ടി വന്നിരുന്നു എന്ന് ചരിത്രത്തിന്റെ താളുകളിൽ കാണാം. അയാളെ ചാവി കൊണ്ടുപോകാനാണ് വലിയ 8ഉം 10ഉം കുതിരകളൊക്കെ പൂട്ടിയ വണ്ടി വേണ്ടി വന്നിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം വമ്പിച്ച സ്വത്തിന്റെ അധിപനായി തീർന്നിരുന്നു ഹാറൂൻ. ഈ ഹാറൂനോട് മൂസാ നബി അലൈഹിസ്സലാം സക്കാത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞിരുന്നത്, ഞാൻ പഠിച്ചുണ്ടാക്കി നേടിയെടുത്ത എന്റെ മുതലാണ്, അല്ലാതെ ഇത് മറ്റൊരാളുടെയും അവകാശമല്ല, ഇതിൽ നിന്നൊരു തുണ്ട് ഞാൻ തരൂല. ഈ സൈസ് വാദം നമ്മിൽപ്പെട്ട ചില ആളുകളും പറയാറില്ലേ? ഒന്നും കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. ഇത് സത്യത്തിൽ ഈ ഒരു വാദഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ സമ്പത്ത് നമ്മൾ അതിന്റെ ഹക്ക് കൊടുത്തു വീട്ടിയിട്ടില്ല എങ്കിൽ ആ സ്വത്തിനെ നാളെ പരലോകത്തേക്ക് പോയിട്ട് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഒരുപക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷ പിടിപെടാം. വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി അതിന്റെ ഉപമ വിവരിച്ചു തരുന്നുണ്ട്. ഒരു തോട്ടക്കാരുടെ സംഭവം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖലമിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. തോട്ടക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച ആ കാര്യം അതേപോലെ നിങ്ങളെയും പരീക്ഷണങ്ങൾ ബാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. അവരുടെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വാലിഹായ മനുഷ്യനായിരുന്നു. അയാൾ തന്റെ കൃഷിസ്ഥലത്ത് നിന്നുള്ള ലഭിക്കുന്ന വിളവുകൾക്ക് അതിന്റെ അവകാശങ്ങൾ പാവങ്ങൾക്ക് വീതിച്ചു നൽകിയിരുന്നു. പക്ഷെ മക്കളെ കയ്യിൽ അധികാരം വന്നപ്പോ ബാപ്പ ചെയ്തിരുന്ന സൽക്കർമ്മങ്ങളൊക്കെ വിവരക്കേടായി ഈ മക്കൾ ചിത്രീകരിക്കുകയും ഒരു സാധനവും ഒന്നും ഒരാൾക്കും കൊടുക്കാതെ അതിലുള്ള വിളവുകൾ മുഴുവനും ശേഖരിക്കണമെന്ന് അവർ തീരുമാനിക്കുകയും രാത്രിയുടെ കൂരിരുട്ടിൽ നമുക്കത് പോയി പറിച്ചെടുത്ത് കച്ചവടം ചെയ്യാം എന്നുള്ള തീരുമാനത്തോടു കൂടി തലേന്ന് രാത്രിയിൽ അത് പറഞ്ഞുറപ്പിച്ച് പോയി. അങ്ങനെ കൃഷി വിളവെടുക്കുന്ന സമയത്ത് പാവങ്ങളായ ആളുകൾ അവിടെ വരാറുണ്ടായിരുന്നു. അവരുടെ പിതാവ് അവർക്കൊക്കെ സമ്പാദ്യം, അവരുടെ ധർമ്മങ്ങൾ നൽകിയിരുന്നു. പക്ഷെ ഇത് ഈ പാവങ്ങള് ഇങ്ങോട്ട് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവര് രാത്രി കാലങ്ങളിൽ ഈ തന്ത്രം പ്രയോഗിച്ചത്. അങ്ങനെ അവർ നേരം വെളുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് രാത്രിയിൽ അവർ തങ്ങളുടെ ഒരു പ്രഭാതത്തിന്റെ സമയത്തിന് മുമ്പായിക്കൊണ്ട് അവർ തങ്ങളുടെ കൃഷിസ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണ്? അതിശക്തമായ ഒരു ഇടുത്തി ആ തോട്ടത്തെ മുഴുവനും ബാധിക്കുകയും
അത് മുഴുവനും എല്ലാം മുറിച്ചെടുക്കപ്പെട്ട പോലെ ഒന്നുമില്ലാത്ത വെറും ചാരമായി കണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ സ്വത്തിൽ നിന്ന്, നമ്മുടെ വരുമാനത്തിൽ നിന്ന് അതിന്റെ ഹക്കുകൾ കൊടുത്തു വീട്ടിയില്ല എങ്കിൽ ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ട്, അല്ലെങ്കിൽ മഴ പെയ്യാതെ ഒരു കുറച്ച് ദിവസങ്ങളോളം കഠിനമായ വെയില്, കരിഞ്ഞു പോകും നമ്മുടെ സമ്പാദ്യം. നമ്മൾ അഹങ്കരിച്ച് നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ നിമിഷം കൊണ്ട് ഇല്ലാതെയായി തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ നമ്മുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ച സമ്പാദ്യത്തിൽ നിന്നും അതിന്റെ ഹക്ക്, അതിന്റെ അവകാശികൾക്ക് നമ്മൾ കൊടുത്തു വീട്ടണം എന്നുള്ളതാണ് സൂചിപ്പിച്ചു വന്നത്. ഇനി ആർക്കാണ് നമ്മൾ സക്കാത്ത് നൽകേണ്ടത്? ഈ കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിലൂടെ വളരെ വൃത്തിയായി കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നമസ്സദഖാതു ലിൽഫുഖറാഇ വൽമസാകീന വൽആമിലീന അലൈഹാ والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. സക്കാത്ത് നൽകേണ്ടുന്ന 8 അവകാശികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സക്കാത്തിന്റെ മുതല് നമ്മൾ സമ്പാദിച്ചു, ശേഖരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സക്കാത്ത് നൽകേണ്ടവർ ആരൊക്കെയാണ്? ഒന്നാമത് ലിൽ ഫുഖറാ, ദരിദ്രന്മാരായ ആളുകൾ, വീടും കുടിയും സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത പാവങ്ങളായ ആളുകൾ. അത് അറിയപ്പെടുന്നതാണ്, മഅറൂഫാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് കൊടുക്കണമെന്നാണ്. പിന്നീട് അള്ളാഹു പറഞ്ഞത് വൽ മസാക്കീൻ, സാധുക്കൾ എന്നാണ്. ആരാണ് സാധുക്കൾ? സാധുക്കളായ ആളുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഇല്ലായ്മ മറ്റുള്ളവരോട് അവർ പറയില്ല, അഭിമാനം കണ്ടെത്താൻ. ഒരുപക്ഷെ കുറച്ചു മുൻപ് അവർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടമുണ്ടായി ഒരു സൗകര്യപ്പെട്ട വീടൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ വളരെ പ്രയാസത്തിലായിരിക്കും കഴിഞ്ഞുകൂടുന്നത്. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ അത് തോന്നൂല. ആ രൂപത്തിൽ ജീവിക്കുന്നവരായ ആളുകളെയാണ് മിസ്കീൻ എന്ന് പറയുന്നത്. സക്കാത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട അതിന്റെ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി കണ്ടെത്തേണ്ടുന്ന ഒരു വിഭാഗമാണ് ഈ മിസ്കീൻ എന്ന് പറയുന്നത്. അത്തരക്കാരുടെ പ്രയാസങ്ങൾ നമ്മൾ അറിയണം. അതിനുവേണ്ടി മഹല്ലുകളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാവണം. ചില മഹല്ലുകളിലൊക്കെ കാണാം, പിന്നെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ അതിന്റെ പരസ്യങ്ങൾ കാണാം. സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് ഒരു മഹല്ലിൽ ആ പിന്നെ പള്ളിയുടെ കീഴിൽ എത്ര വീടുകളുണ്ട് എന്നും ആ വീടുകളിൽ എത്ര മെമ്പർമാരുണ്ട് എന്നും അവരിൽ ആരൊക്കെ ജോലിക്കാരുണ്ടെന്നും അവരുടെ സമ്പാദ്യങ്ങളെ സംബന്ധിച്ചും വിവാഹം കഴിച്ച ആളുകളെ സംബന്ധിച്ചും കഴിക്കാത്ത ആളുകളെ സംബന്ധിച്ചും ഒക്കെ ഒരു കൃത്യമായ ഒരു അറിവ് യഥാർത്ഥത്തിൽ നമ്മുടെ മഹല്ലിനുണ്ടാവണം. അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീടിന്റെ ചുറ്റുപാടുകളൊക്കെ നമ്മൾക്ക് മനസ്സിലാവേണ്ടത്. ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമില്ല. പക്ഷേ അതിനൊക്കെയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ മഹല്ലുകളിൽ നിന്ന് എത്ര സക്കാത്ത് വരാനുണ്ട് എന്ന് കമ്മിറ്റിക്ക് കൃത്യമായി ബോധ്യമുണ്ടാവും. അത് നമ്മൾ അവരെ അറിയിക്കണം. അതാണ് ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരിൽ നിന്ന് നീ സക്കാത്തിന്റെ ആ അവകാശത്തെ ചോദിച്ചു വാങ്ങണം, പിടിച്ചെടുക്കണമെന്നാണ്. അപ്പോ ഈ സംഗതി കൊടുക്കേണ്ടുന്നത് സാധുക്കളായ ആളുകൾ, അത് അവരെ നമ്മൾ കണ്ടെത്തണം എന്നതാണ്. പിന്നീട് വൽ ആമിലീന അലൈഹ, ആ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ അതിനൊക്കെ മെനക്കെട്ട ഒരാൾ ഇരിക്കേണ്ടി വരും. ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ വേണ്ടി വരും. അതുപോലെ തന്നെ ഫിത്ർ സക്കാത്തിന്റെ സമയങ്ങളാണെങ്കിൽ അത് തൂക്കി നോക്കലും അതിന്റെ കണക്ക് നോക്കലും അതുപോലെ തന്നെ അത് വിതരണം ചെയ്യലും ഒക്കെ ഭാരം പിടിച്ച പണിയാണ്. മണിക്കൂറുകൾ ആ മനുഷ്യൻ അതിനു വേണ്ടി ചെലവഴിക്കണം. അതിന് ആരാണോ പണിയെടുക്കുന്നത് അവർക്ക് സക്കാത്തിൽ നിന്ന് വിഹിതത്തിൽ നിന്ന് കൊടുക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഇനി നാട്ടിലെ വലിയ പൈസക്കാരാണ് സക്കാത്തിന് പണിയെടുക്കണമെന്ന് വിചാരിച്ചു കൊടുക്കണമല്ലോ. കാരണം അതാ ഇതിന്റെ റബ്ബ് പറഞ്ഞൊരു അവകാശപ്പെട്ടതാണ്. അതൊരു വശം, ഇത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എനിക്ക് സക്കാത്ത് വേണ്ട, എനിക്ക് അള്ളാഹു നൽകിയത് വേണ്ട, എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നിടത്താണ് അന്തസ്സുള്ളത്. ഞാനീ പറഞ്ഞ വിഭാഗത്തിൽ അതിന്റെ ജോലിക്കാര് പെടും.
അതിന്റെ മറ്റുള്ള വിഷയങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. മറിച്ച് ആ മനുഷ്യൻ സക്കാത്ത് സ്വീകരിക്കാൻ ഞാൻ അർഹനാണോ അല്ലേ എന്നാണ് പരിശോധിക്കേണ്ടത്. ഒരാൾ വാശിപ്പുറത്ത് എനിക്ക് സക്കാത്ത് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയാല് പാവപ്പെട്ടവന് കൊടുക്കേണ്ടുന്ന അവകാശത്തിന്റെ മുകളിലാണ് അവൻ പിടിച്ചു വാങ്ങുന്നത് എന്നുള്ള ബോധം ഉണ്ടാവണം. കാരണം നമുക്ക് മടങ്ങിച്ചെല്ലാൻ അത് പടച്ചോന്റെ മുന്നിലേക്കാണ്. അതുകൊണ്ട് തന്നെ അനർഹമായത് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, ചില ആളുകളുടെ വാദമുണ്ട്, മറ്റുള്ളവർക്കൊക്കെ കൊടുക്കണില്ല, എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല? ഓനാവശ്യമുണ്ടോ അല്ലേ എന്നുള്ളതല്ല, ഓന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് തരണം എന്നുള്ള തരം വാദങ്ങൾ. ഇതൊക്കെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് പാവപ്പെട്ടവന്റെ ഹക്കിനെ നമ്മൾ കൈവച്ചാൽ തീർച്ചയായും നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. കുറഞ്ഞ സമ്പാദ്യം നമ്മൾ അതിലൂടെ നമ്മൾ നേടിയെടുത്താൽ അതിന്റെ ഇരട്ടി അള്ളാഹു നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് കൊണ്ടുപോകും എന്നുള്ളത് കൂടെ നമ്മൾ തിരിച്ചു വാങ്ങണം. അതുകൊണ്ട് ഹറാമ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കൊടുക്കേണ്ട ഒരു അവകാശികൾ അതിന്റെ ജോലിക്കാരാണ്. പിന്നെ മറ്റൊന്ന് ഇസ്ലാമിലേക്ക് പുതിയതായി കടന്നു വന്ന ആളുകൾ ഇസ്ലാമിന്റെ നിയമങ്ങളും അതിന്റെ വിധിവിലക്കുകളും ഒന്നും കൃത്യമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പഠിച്ചിട്ടില്ല, പക്ഷെ മുസ്ലിമായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് നൽകുമ്പോൾ അവരുടെ മനസ്സുകൾ ഇസ്ലാമിലേക്ക് കൂടുതൽ അണയാൻ കാരണമാവും. ചില പണ്ഡിതന്മാർ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ആയിട്ടില്ലെങ്കിലും മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും സ്നേഹമുള്ളവരായ ആളുകൾക്കും ഈ മുഅല്ലഫത്തിന്റെ ഖുലൂബിന്റെ ഗണത്തിൽ അവരെ പെടുത്താം, അവർക്കും സക്കാത്ത് നൽകാം എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. പക്ഷെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് പൊതു മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്നാണ്. പിന്നീട് പറയുന്നത് വഫിൽ റിഖാബ്, അടിമമോചനം. ആ സമ്പ്രദായം ഇന്ന് നമ്മുടെ നാട്ടിലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സ്വാതന്ത്ര്യം ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ്. അങ്ങനെ അടിമമോചനത്തിന് വേണ്ടിയും കൊടുക്കാം. പിന്നെ വൽ ഗാരിമീന, കടബാധ്യതയുള്ളവർ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായ ആളുകളെ അവരുടെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സക്കാത്തിന്റെ വിഹിതം ഉപയോഗിക്കാം. ശ്രദ്ധിക്കണം, കോടികൾ ചെലവഴിച്ച് വലിയ കൊട്ടാരങ്ങൾ നിർമ്മിച്ച് ഞാൻ കടത്തിലാണെന്ന് പറയണവന്റെ കടം വീട്ടാനല്ല ഈ പറഞ്ഞത്. ജീവിക്കാൻ ചോർന്നൊലിച്ചിട്ട് തന്റെ കുട്ടികളെയുമായി ഷീറ്റ് മേഞ്ഞ ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു കൂരക്കുള്ളിൽ കടക്കുന്ന ഒരു മനുഷ്യന് ഉള്ളതൊക്കെ വിറ്റുപറിക്കി അല്ലെങ്കിൽ ഉള്ള സമ്പാദ്യമൊക്കെ കൊണ്ട് ഒരു വീടുണ്ടാക്കി അല്ലെങ്കിൽ തന്റെ മകളെ ഒരു നിവൃത്തിയുമില്ലാതെ കടം വാങ്ങിക്കൊണ്ട് കെട്ടിച്ചു വിടേണ്ടുന്ന സാഹചര്യം വന്നു. ഇങ്ങനെ കടത്തിൽ നിർബന്ധിത സാഹചര്യത്തിൽപ്പെട്ട ആളുകളെ അവരുടെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സക്കാത്തിന്റെ വിഹിതം ഉപയോഗപ്പെടുത്താം. ഇതാണ് കടബാധ്യത. അല്ലാതെ 3-4 നിലകൾ ഉണ്ടാക്കിയിട്ട് അടിയത്തെ നിലയിൽ തന്നെ ഒരു റൂമിൽ തന്നെ കൈവിടാൻ ആളില്ലാത്ത പെരുണ്ടാക്കണോ കടക്കാരനല്ല, ഓൻ ദൂർത്തനാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഈ രൂപത്തിൽ കടമുള്ളവനും ഇസ്ലാമിന്റെ സക്കാത്തിന്റെ അർഹരിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ വഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മതസംരംഭ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് ഉപയോഗപ്പെടുത്താം. എട്ടാമതായി പറയുന്നത് വമിനസ് സബീൽ, വഴിയാത്രക്കാർ. ഒരു മനുഷ്യൻ യാത്ര ചെയ്യാണ്, അയാളുടെ കയ്യിലുള്ള സമ്പാദ്യം നഷ്ടപ്പെട്ടു, അയാൾക്ക് സ്വന്തം മാതൃരാജ്യത്തേക്ക് പോകാൻ നിവൃത്തിയില്ല. ഒരു മഹലിൽ അയാൾ വന്ന് തന്റെ വിഷമം അവസ്ഥ പറയുകയാണെങ്കിൽ ഈ സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് അയാൾക്ക് കൊടുക്കാം എന്നാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കണ്ടുവരാറുള്ള ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാൻ മാസത്തിൽ കുറച്ച് പൈസ ആരെങ്കിലും ഒരു ഔദാര്യം കൊടുക്കും പോലെ, പിടിച്ചെടുക്കുന്നവരോടില്ലല്ലോ, ഒരു ഓശാരം കൊടുക്കും പോലെ കമ്മിറ്റിക്ക് കുറച്ച് കൊടുക്കും. എന്നിട്ട് കമ്മിറ്റി ഇത് പൊട്ടനെ നിർത്തിയിട്ടില്ലോ, ഇതുകൊണ്ട് ഇപ്പൊ എന്തൊക്കെ ചെയ്യാ, ആർക്കാ കൊടുക്കണ്ടു എന്ന് പിടുത്തം കിട്ടാതെ ആകെ ഇങ്ങനെ നുള്ളി ഒലിച്ച് കൊടുക്കും. അതുകൊണ്ട് എന്തെങ്കിലും ആവും, കിട്ടണവനും ഒന്നും ആവില്ല, കൊടുക്കണവർക്ക് കൊടുത്തു എന്നായി പരാതി തീരൂല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കൊക്കെ ദാനധർമ്മങ്ങൾ നൽകണം. അപ്പൊ നമ്മുടെ സമ്പാദ്യം നമ്മൾ നോക്കിയിട്ട് അതിന്റെ ഒരു വിഹിതം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കാൻ, നമ്മുടെ കുടുംബങ്ങളിലും തൊട്ടയൽവാസികളിലും പോക്കേണ്ട സഹായത്തിന് വേണ്ടി മാറ്റിവെച്ച് ബാക്കിയുള്ളത് നമ്മുടെ മഹലിൽ ഒരു സക്കാത്ത് സെല്ല് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ഉള്ള മഹല്ലുകളാണെങ്കിൽ ആ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും നമുക്ക് വളരെ കുടുംബത്തിൽ അവകാശപ്പെട്ട ആളുകളുണ്ടെങ്കിൽ സൂചന കൊടുക്കാം, അവരെ കുറച്ച് പ്രയാസത്തിലാണ്, അവനെയും പരിഗണിക്കണം എന്ന് നമുക്ക് പറയാം. പ്രസ് ചെയ്യാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം.
ഓന് കൊടുക്കണം, അല്ലെങ്കിൽ ഓന് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ പേരിൽ കമ്മിറ്റിക്കാരോട് ബഹളം ഉണ്ടാക്കും എന്നുള്ള ചിന്ത ഇതൊന്നും പാടില്ല. കാരണം ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. അപ്പൊ ആ സക്കാത്ത് കമ്മിറ്റി അത് ഏൽപ്പിച്ച് കമ്മിറ്റി വളരെ ഭംഗിയായി ഉത്തരവാദിത്വത്തോടു കൂടി ഇത് നിർവഹിക്കണമെന്നതാണ്. സാധിക്കുമെങ്കിൽ ഒരു കൊല്ലം ഒരാളെ സഹായിച്ചാൽ ആ കൊല്ലം അതോടുകൂടി ആ മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരമാകും. അങ്ങനെ ഓരോ വർഷത്തിലും ഓരോ ആളുകളെ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ആ നാട്ടിൽ പിന്നീട് സക്കാത്ത് ആവശ്യമില്ലാത്തൊരു സാഹചര്യം വരും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് സക്കാത്തിന്റെ വിഹിതം ജനങ്ങള് അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം സ്വത്തുകളിൽ നിന്ന് സക്കാത്ത് നൽകിയത് കാരണത്താൽ സക്കാത്ത് കമ്മിറ്റി നിറഞ്ഞു കവിഞ്ഞ് കമ്മിറ്റിയിലേക്ക് പോലും വേണ്ടാത്ത സാഹചര്യം. ആളുകൾക്ക് കൊടുത്താൽ വേണ്ട, എനിക്ക് സക്കാത്ത് തരാൻ ഞാൻ വാങ്ങാൻ അവകാശിയല്ല എന്ന് പറഞ്ഞ് പിന്മാറിയുന്ന ഒരു ചിത്രം ഈ ലോകത്തിന്റെ മുമ്പിലുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തിന് ശേഷം പിന്നീട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലത്താണ് ആ ഒരു സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മളെ ആൾക്കാരെന്താ, എത്ര കിട്ടിയാലും എന്നിട്ട് വാങ്ങി വെക്കുകയാണ്. വേണ്ടാന്ന് പറയാൻ നമുക്കറിയില്ല. നമുക്ക് വേണ്ടാത്ത മുതലാണെങ്കിലും നമ്മൾ വാങ്ങാം. ആ ഒരു ചിന്താഗതി മാറ്റി എനിക്ക് വേണ്ട, എൻ്റെ അയൽവാസിയാണ് അതിലേറെ അവകാശപ്പെട്ടവൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഞാൻ പറഞ്ഞില്ല, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് സഹാബിമാർ സക്കാത്ത് വാങ്ങാത്തത് കൊണ്ട് സ്വകാര്യമായി അവരുടെ വീടുകളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് നേരം എടുത്തു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ വീട്ടിൽ സമ്പന്ന പൈസ ഇട്ടതാണ്. ദിർഹമും ദീനാറും കണ്ട് ഇപ്പോ പടച്ചോനെ ഇതിപ്പോ എന്റെ പ്രയാസത്തിന് വേണ്ടി തന്നെങ്കിൽ അപ്പടെ കാര്യം ചിലപ്പോ ഭാര്യ പറയണ്ടേ, ഇന്നലെ അവിടെ അയലോക്കത്ത് അവിടെ ഇന്നലെ ഒന്നും വെച്ചിട്ടില്ല എന്നുള്ള വർത്താനം പെണ്ണുങ്ങൾക്കിടയിലുള്ള ചർച്ചകളിൽ മനസ്സിലാവുകയും ഇത് അവിടെ കൊണ്ടുപോയിട്ടുള്ള സാഹചര്യം തന്നോന്റെ പരിക്കെത്തുന്ന ചുറ്റുപാട് സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിന്റെ വിശാലത എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തണമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്. സക്കാത്ത് അതിന്റെ അവകാശികൾക്ക് ലഭിക്കണം. അത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കണം. തന്റെ സമ്പാദ്യം അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അതിഭീകരമായ ശിക്ഷക്ക് തന്റെ സ്വത്ത് കാരണത്താൽ ഞാൻ വിധേയനാവാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ സമ്പാദ്യത്തിന്റെ ഉടമകളായി അതിനനുസരിച്ച് റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാത്തു വസ്സലാമു അലൽ മുസ്തഫാ വഅലാ ആലിഹി വസഹാബത്തിഹിൽ മുർത്തദാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. സൂചിപ്പിച്ചു വന്നത് സക്കാത്ത് വിഹിതം അത് കൃത്യമായി കണക്ക് നോക്കിയിട്ട് ഏത് വർഷത്തിലാണ് തൻ്റെ സമ്പാദ്യത്തിൻ്റെ അതിൻ്റെ വിളവെടുപ്പാണെങ്കിൽ അത് വിളവെടുക്കുന്ന സമയത്താണ് നൽകേണ്ടത്. അതിന്റെ കണക്കുകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇനിയും അത് ആവർത്തിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ അതിന്റെ ഹക്ക് കൊടുത്ത് വീട്ടിക്കൊണ്ട് തന്റെ സ്വത്ത് ശുദ്ധമാക്കണം എന്നുള്ള ആ ഒരു ബോധത്തിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവണം. അതോടൊപ്പം അത് വാങ്ങുന്ന ആളുകൾ താൻ ഇതിന് അർഹനാണ് എങ്കിൽ മാത്രമേ അത് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടുള്ളൂ. അത് സാമ്പത്തിക സക്കാത്താണെങ്കിലും ഫിത്ർ സക്കാത്താണെങ്കിലും ഒക്കെ അത് ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. സംഘടിതമായി നടപ്പിലാക്കുമ്പോഴാണ് ആ ഒരു മഹലിന്റെ കെട്ടുറപ്പും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഭംഗിയുമൊക്കെ ഇസ്ലാം കൽപ്പിച്ച രൂപത്തിൽ ഉണ്ടാകുള്ളൂ എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള നിലയിൽ നമ്മൾ നമ്മുടെ സ്വത്തിനെ, സമ്പാദ്യത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കുവാനും അങ്ങനെ റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. പറഞ്ഞതും കേട്ടതുമെല്ലാം നമ്മുടെ മനസ്സുകളിൽ അത് സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള ആ ഒരു നിലയിൽ നമ്മുടെ ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പരിവർത്തനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ സമ്പാദ്യങ്ങൾ മുഴുവനും
അത് അള്ളാഹുവിന്റെ ഇഷ്ടമില്ലാത്തതരാണെങ്കിൽ അത് അതിന്റെ അവകാശങ്ങൾക്ക് തിരിച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കണമെന്നും അതിന്റെ പേരിൽ മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ മനസ്സുകളെ എല്ലാ നിലയിലും നേർമയുള്ള മനസ്സിനുടമകളായി നല്ല സ്വൽസ്വഭാവികളായി ഈ ലോകത്ത് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നവരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തുരക്ഷിക്കുകയും നമ്മുടെ നാടിനും നമ്മുടെ ആളുകൾക്കുമെല്ലാം സമാധാനവും സന്തോഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. വാനലോകത്തു നിന്നും അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ മഴ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ വർഷിപ്പിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷികളും നമ്മുടെ സമ്പാദ്യങ്ങളുമെല്ലാം അള്ളാഹു അതിലെല്ലാം ഖൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.